നമസ്കാരം. പ്രദർശനത്തിൻ്റെ ഇന്നത്തെ എപ്പിസോഡിലൂടെ 2025 തിരുവാതിര നക്ഷത്രത്തിൻ്റെ ഗുണദോഷ ഫലങ്ങളാണ് വിവരിക്കുന്നത്. ചാനൽ ആദ്യമായി കാണുന്നവർ ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക. ഇനി വീഡിയോയിലേക്ക് കടക്കാം. മിഥുനം രാശിയിലായി കാണപ്പെടുന്ന തിരുവാതിര നക്ഷത്രം മനുഷ്യഗണത്തിൽപ്പെട്ടതാണ്. ഈ നാളുകാർ അനവധി വിഷയങ്ങളിൽ പരിജ്ഞാനമുള്ളവരും ഏത് കാര്യത്തിലും അതീവ ശ്രദ്ധാലുക്കളുമാണ്. ഈ നാളുകാർ പൊതുവെ സഹൃദയരും സംഭാഷണപ്രിയരുമാണ്. ഏറ്റെടുക്കുന്ന ഏത് ജോലിയും കൃത്യനിഷ്ഠയോടെ ചെയ്യുന്ന ഇവരുടെ രാശാധിപൻ ബുധനായതിനാൽ ഒരു കാര്യത്തിലും ഉറച്ചു നിൽക്കുന്നവരുമല്ല തിരുവാതിര നാളുകാർ. അതുപോലെ തന്നെ ചഞ്ചലചിത്തരും സഹനശക്തി കുറഞ്ഞവരുമാണ് തിരുവാതിര നക്ഷത്രക്കാർ. ദുർവാശിയും ദുരഭിമാനവും കൂടുതലുള്ള ഇവർക്ക് അർഹിക്കുന്ന സ്ഥാനമാനങ്ങൾ ലഭിക്കാറില്ല. തങ്ങളുടെ ആശയങ്ങളോട് യോജിക്കാത്തവരോട് അങ്ങേയറ്റം വിരോധം കാണിക്കുന്നവരുമാണ് ഈ നക്ഷത്രക്കാർ. ഇവരുടെ ജീവിതത്തിൽ ഭാഗ്യാനുഭവങ്ങൾ പൊതുവെ കുറവായിരിക്കും. ബന്ധുക്കളോടും സുഹൃത്തുക്കളോടും ആത്മാർത്ഥത പുലർത്തുമെങ്കിലും ചില അവസരങ്ങളിൽ സഹായിച്ചവരോട് തികഞ്ഞ നന്ദികേടും കാണിക്കുന്നവരാണ് തിരുവാതിര നാളുകാർ. തികഞ്ഞ അഭിമാനികളും സ്വതന്ത്ര പ്രകൃതികളുമായ തിരുവാതിര നക്ഷത്രക്കാർ മറ്റുള്ളവരുടെ കീഴിൽ ജോലി ചെയ്യാൻ ഇഷ്ടപ്പെടാത്തവരുമാണ്. 2025 പൊതുവെ ഗുണദോഷ സമ്മിശ്ര ഫലങ്ങളാണ് തിരുവാതിര നാളുകാർക്ക് അനുഭവവേദ്യമാകുന്നത്. വർഷമധ്യം വരെ ഭാഗ്യസ്ഥാനത്ത് തുടരുന്ന ശനി മികച്ച ഫലങ്ങൾ ലഭ്യമാക്കുന്നു. എന്നാൽ വ്യയസ്ഥാനത്ത് തുടരുന്ന വ്യാഴം വിപരീത ഫലങ്ങൾ പ്രദാനം ചെയ്യുന്നുണ്ട്. വർഷത്തിൻ്റെ മധ്യം വരെ ഈ നാളുകാർക്ക് ഗുണഫലങ്ങൾ ഏറിയിരിക്കും. ബിസിനസ് രംഗം വിപുലീകരിക്കുന്നതിനാവശ്യമായ നടപടികൾ സ്വീകരിക്കുന്നതാണ്. പുതിയ ഗൃഹം, പുതിയ ഭൂമി എന്നിവ സ്വന്തമാക്കുന്നതിന് സാധിക്കും. കോടതി നടപടികളിലും മറ്റും കാലവിളംബം നേരിടേണ്ടതായി വരുന്നതാണ്. മനോവൈഷമ്യങ്ങൾ കൂടുതലായി അനുഭവപ്പെടുകയും അനാവശ്യമായ ചെലവുകൾ വർദ്ധിക്കുന്നതുമാണ്. ചെറുകിട കച്ചവടക്കാർക്ക് അവരുടെ കച്ചവടം കൂടുതൽ മെച്ചപ്പെടുന്നതാണ്. ഇൻ്റർവ്യൂകളിലും മത്സര പരീക്ഷകളിലുമൊക്കെ വിജയം പ്രതീക്ഷിക്കാം. വിദ്യാർത്ഥികൾക്ക് പൊതുവെ അനുകൂല സമയമാണ്. സാങ്കേതിക രംഗത്ത് പ്രവർത്തിക്കുന്നവർക്കും IT മേഖലയിലുള്ളവർക്കും നേട്ടങ്ങളുണ്ടാകും. സമൂഹത്തിൽ ശ്രദ്ധേയമായ രീതിയിൽ പ്രവർത്തിക്കുന്നതിനുള്ള സാഹചര്യം സംജാതമാകും. ഷെയർ ബിസിനസ്സിലും മറ്റും നഷ്ടങ്ങൾ ഉണ്ടായേക്കാമെന്നതിനാൽ വളരെ ശ്രദ്ധയോടെ മാത്രം ഷെയർ മാർക്കറ്റിൽ ഇൻവെസ്റ്റ് ചെയ്യേണ്ടതാണ്. അതുപോലെ തന്നെ പുതിയ ബിസിനസ്സുകളും മറ്റും തുടങ്ങുന്നതിന് മുമ്പ് പ്രസ്തുത മേഖലയെപ്പറ്റി നല്ലവണ്ണം പഠിച്ച് മനസ്സിലാക്കിയ ശേഷം മാത്രം പണം മുടക്കുക. മാർച്ച് മാസത്തിന് ശേഷം 10ാം ഭാവത്തിലേക്ക് ശനി മാറുന്നതോടുകൂടി ഇവർക്ക് കണ്ടകശനി ആരംഭിക്കുകയാണ്. അതുകൂടാതെ വ്യാഴം ജന്മഭാവത്തിലേക്ക് കൂടി വരുന്നതിനാൽ തൽഫലമായി വിഷമതകളും പ്രയാസങ്ങളും വർദ്ധിച്ചു വരും. പണമിടപാടുകളിലൊക്കെ കൂടുതൽ ശ്രദ്ധ ചെലുത്തി മുന്നോട്ട് പോകണം. കൃത്യമായ രേഖകളില്ലാതെ പണം കടം വാങ്ങുകയോ കൊടുക്കുകയോ ചെയ്യാൻ പാടുള്ളതല്ല. തൊഴിൽ രംഗത്ത് ഒട്ടനവധി പ്രയാസങ്ങൾ നേരിടേണ്ടതായി വരുന്നതാണ്. മേലധികാരികളുടെ ഭാഗത്തു നിന്നും ഒട്ടും അനുകൂലമല്ലാത്ത സമീപനങ്ങളുണ്ടാകും. യാത്രകളിലൂടെയും മറ്റും ഉദ്ദേശിക്കുന്ന ഫലം നേടുവാൻ സാധിക്കാതെ വരുന്നതാണ്. ഒരു കാര്യത്തിലും പൂർണ്ണമായ ഫലമോ സംതൃപ്തിയോ ഇല്ലാത്ത അവസ്ഥ ഉണ്ടാകും. ഈ വർഷം വിദേശ യാത്രയ്ക്ക് യോഗം കാണുന്നുണ്ട്. തൊഴിൽ സംബന്ധമായോ മറ്റെന്തെങ്കിലും കാരണവശാലോ
സ്വഗൃഹം വിട്ടു നിൽക്കേണ്ടതായി വരുന്നതാണ്. വിവാഹങ്ങൾ സാധ്യമാകും. കുടുംബത്തിലെ മുതിർന്ന അംഗങ്ങൾക്കോ മാതാപിതാക്കൾക്കോ രോഗപീഠകൾ വർദ്ധിച്ചു വരും. മറ്റുള്ളവരുടെ കാര്യങ്ങളിൽ അനാവശ്യമായി ഇടപെടുന്നതും, ജാമ്യം നിൽക്കുക, ആവശ്യമില്ലാതെ അഭിപ്രായ പ്രകടനങ്ങൾ നടത്തുക ഇവയൊക്കെ വിപരീതമായ ഫലങ്ങൾ വരുത്തിവെക്കാമെന്നതിനാൽ അതിലൊന്നും തന്നെ ഏർപ്പെടാതിരിക്കുക. അതുപോലെ തന്നെ കുടുംബാന്തരീക്ഷത്തിൽ സമാധാനം നിലനിർത്തി വേണം മുന്നോട്ട് പോകുവാൻ. കലാരംഗത്തും സിനിമാ മേഖലയിലും പ്രവർത്തിക്കുന്നവർക്കും നേട്ടങ്ങളും ബഹുമതികളും വിജയങ്ങളും ഉണ്ടാകുന്നതാണ്. സന്താനങ്ങളോടൊപ്പം വിദേശത്ത് സ്ഥിരതാമസത്തിനായി പോകാനുള്ള അവസരമുണ്ടാകും. ഭാര്യ ഭർത്താക്കന്മാർ വളരെ വിട്ടുവീഴ്ച മനോഭാവത്തോടു കൂടി മാത്രം മുന്നോട്ട് പോകുവാൻ ശ്രദ്ധിക്കുക. അനാവശ്യമായ സംസാരങ്ങളും മറ്റും കുടുംബ കലഹത്തിന് വഴിവെക്കുന്ന സാഹചര്യം ഉണ്ടാക്കുന്നതാണ്. സന്താനങ്ങളുടെ പഠന ആവശ്യങ്ങൾക്കായി ലോണുകളും മറ്റും ആവശ്യമായി വന്നേക്കാം. പണച്ചെലവുകൾ വർദ്ധിച്ചു വരും. വാഹനങ്ങളിൽ നിന്നൊക്കെ അപകടങ്ങൾ സംഭവിക്കാൻ സാധ്യതയുള്ളതിനാൽ വാഹന ഉപയോഗത്തിൽ ശ്രദ്ധിക്കേണ്ടതാണ്. മുമ്പുണ്ടായിരുന്ന പല തടസ്സങ്ങളും മാറി സർക്കാരിൽ നിന്നുള്ള ആനുകൂല്യങ്ങൾ മറ്റും ലഭിക്കുന്നതാണ്. സഹോദരങ്ങളുമായോ സഹപ്രവർത്തകരുമായോ കുടുംബത്തിലെ മറ്റംഗങ്ങളുമായോ തർക്കങ്ങളും വാഗ്വാദങ്ങളും മറ്റും ഉണ്ടാകുന്നതാണ്. അപകീർത്തികരമായേക്കാവുന്ന പ്രവർത്തികളിൽ നിന്നൊക്കെ വിട്ടുനിൽക്കുവാൻ ശ്രദ്ധിക്കുക. വർഷത്തിൻ്റെ അവസാനത്തോടെ ഒട്ടുമിക്ക പ്രശ്നങ്ങളിൽ നിന്നും പ്രതിസന്ധികളിൽ നിന്നുമൊക്കെ മാറ്റം വരുവാനും സാമ്പത്തിക പുരോഗതി കൈവരിക്കുവാനും തിരുവാതിര നാളുകാർക്ക് സാധിക്കുന്നതാണ്. തിരുവാതിര നക്ഷത്രക്കാരുടെ ബാല്യകാലം രോഗപീഠകളാലും മറ്റും ക്ലേശപൂർണമായിരിക്കും. ഏകദേശം 10 വയസ്സിന് ശേഷമായിരിക്കും അവരുടെ ജീവിതം മെച്ചപ്പെടുന്നത്. മധ്യകാലം സ്വജനങ്ങളിൽ നിന്നും മറ്റും അകന്ന് കഴിയാനിട വരുന്നതാണ്. തിരുവാതിര നക്ഷത്രക്കാർ ശനി, കേതു, സൂര്യൻ എന്നീ ഗ്രഹങ്ങളുടെ ദശാകാലങ്ങളിൽ വിധിപ്രകാരമുള്ള പരിഹാര കർമ്മങ്ങൾ അനുഷ്ഠിക്കേണ്ടതാണ്. കൂടാതെ സർപ്പദേവതകളെയും രാഹുവിനെയും പൂജിക്കുകയും ജന്മനാളുകളിൽ കാവുകളിൽ ദർശനം നടത്തുകയും വഴിപാടുകൾ നടത്തുകയും ചെയ്യേണ്ടതാണ്. ഇവരുടെ ഭാഗ്യദേവതകൾ ദുർഗയും ശിവശക്തിയുമാണ്. ശനി, കേതു, രാഹു എന്നീ ഗ്രഹങ്ങളുടെ ദശാകാലങ്ങൾ തിരുവാതിര നക്ഷത്രക്കാർക്ക് ദോഷകരമായി പറയുന്നു. തിരുവാതിര, ചതയം, ചോതി നാളുകളിൽ രാഹുപ്രീതിക്ക് ആവശ്യമായ പൂജകൾ നടത്തുക. രാശ്യാധിപനായ ബുധൻ്റെ പ്രീതിക്ക് ആവശ്യമായ കർമ്മങ്ങളും പൂജകളും നടത്തേണ്ടതാണ്. അടുത്ത നക്ഷത്രവുമായി വീണ്ടും കാണാം. നന്ദി, നമസ്കാരം.